ഇപ്പോ യൂറോപ്യൻ രാജ്യങ്ങളിൽ അല്ലെങ്കിൽ മറ്റ് GCC രാജ്യങ്ങളിലടക്കം എണ്ണ നൽകില്ല, അത്തരത്തിലുള്ള പാതകൾ അടയ്ക്കും എന്നുള്ള ഒരു തീരുമാനമൊക്കെ വന്നിരിക്കുന്നു. ഇതിൽ എന്ത് നിലപാടായിരിക്കും റഷ്യ സ്വീകരിക്കുന്നത്? റഷ്യ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നപ്പോൾ പറഞ്ഞല്ലോ, ഈ റിയാക്ടറുകൾ എണ്ണ മേടിക്കുന്ന ഞങ്ങളുടെ കയ്യിൽ നിന്ന് അമേരിക്ക, പിന്നെ യുറേനിയം കൊടുക്കുന്ന ഞങ്ങൾ തന്നെ. പിന്നെ ലോകത്തെ ഏറ്റവും വലിയ രാജ്യമായി ഇന്ത്യ മഹാരാജിന് എണ്ണ കൊടുക്കണ്ടെന്ന് പറയുന്നത് എന്തിനായോ, അതൊക്കെ അവിടെ നിൽക്കട്ടെ, അതൊന്നും ഞങ്ങൾ എണ്ണ ഇവിടെ കൊടുക്കും. 2 പാതയാണെന്ന് പ്രഖ്യാപിച്ചത്, ഒന്ന് ചെന്നൈ വരുന്നതും പിന്നൊന്ന് ബോംബെ വഴിയുള്ളൂ. അതിനുശേഷമാണ് ഈ GCC രാജ്യങ്ങളുടെ കാര്യം G7 രാജ്യങ്ങളുടെ കാര്യം ചോദിച്ചുമ്പോൾ വേറെ കാര്യം ഇവിടെ പറഞ്ഞു. എന്തോന്ന് G7 രാജ്യം, രണ്ടാമത്തെ സാമ്പത്തിക ശക്തി, മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് നിൽക്കുന്ന അവരെ ഒഴിവാക്കിക്കൊണ്ട് എന്തോ G7 എന്തോ എക്കണോമി, അതൊക്കെ നിങ്ങൾ ചുമ്മാ എന്ന് പറഞ്ഞാൽ വളരെ നമ്മൾ പറയത്തില്ല, ചില ആൾക്ക് പോടേ അതേസരി വലിയ അടിയായി. അവന്മാർ പറഞ്ഞു കഴിഞ്ഞ ദിവസം യൂറോപ്പും അല്ലെങ്കിൽ G7 രാജ്യങ്ങളോട് പറഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞാൽ എണ്ണ കൊടുക്കുന്നതിന് അനുവദിക്കത്തില്ല, അല്ലെങ്കിൽ എണ്ണ ഇതൊക്കെ ഈ ഓരോ രാജ്യങ്ങളെയും അല്ലെങ്കിൽ പാത അടയ്ക്കും, അല്ലെങ്കിൽ കപ്പലുകളെ അനുവദിക്കത്തില്ല എന്നൊക്കെ പറയും. നമ്മളറിയത്തില്ല, നമ്മുടെ ഇതിനകത്ത് വലിയൊരു കാര്യം, അതിനകത്ത് വലിയൊരു പ്രശ്നമുണ്ട്, നമ്മൾ വിചാരിക്കുന്ന ഒരു പ്രശ്നമല്ല. കാരണം ഇതെല്ലാം ഓരോ രാജ്യങ്ങളുടെ കസ്റ്റഡിയിലാണ് കപ്പലുകൾ, പ്രൈവറ്റ് കപ്പലുകൾ. അപ്പോൾ ഈ കപ്പലുകൾക്ക് ഇൻഷുറൻസ് കൊടുക്കുന്നത് യൂറോപ്പാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള രാജ്യങ്ങൾ. ഓരോ ലോഡിനാണ് ഇൻഷുറൻസ് കൊടുക്കുന്നത്. ലോഡിന് ഇൻഷുറൻസ് കൊടുക്കാത്ത അവസ്ഥയിൽ അവിടുന്ന് സാധനം നമ്മൾ ഇന്ത്യക്കാർ വരുന്നെങ്കിൽ ഇന്ത്യ അക്സെപ്റ്റ് ചെയ്യത്തില്ല, കാരണം കോടാനുകൂടിയുള്ള സാധനമാണല്ലോ, അവിടെ കയറ്റിയും വിടത്തില്ല. കാരണം ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് ഇൻഷുറൻസ് ഇല്ലാത്തതാണെങ്കിൽ എന്തെങ്കിലും പറ്റിയാൽ ഇതിനകത്ത് കടൽ കൊള്ളക്കാരോ അല്ലെങ്കിൽ അത്രയും പറ്റിയ അത്രയും സാധനത്തിന് ഇത് വരത്തില്ല. അപ്പം ആ ഇൻഷുറൻസ് കൊടുക്കാതെ യൂറോപ്യൻ രാജ്യങ്ങൾ കൊടുക്കാതെ, അല്ലെങ്കിൽ G7 രാജ്യങ്ങളാണ് ഇതിൻ്റെ കസ്റ്റഡിയും കൊടുക്കാതെ വന്നാൽ അവർ ഇടപെടുന്ന ഒരു അവസ്ഥയില്ല. രണ്ടാമത് ഈ കപ്പലുകൾ നമുക്ക് ടാങ്കർ ലോറികളുള്ള മുതലാളിമാരുണ്ടല്ലോ, നമുക്ക് പമ്പുണ്ടെങ്കിൽ പറയും ഒരു ലോഡ് സാധനം എടുത്തുകൊണ്ട് പോടി, അപ്പൊ നമ്മൾ അതിന്റെ ഇത് കൊടുത്താൽ ഇതുപോലുള്ള കപ്പലുകളുണ്ട്. ഈ കപ്പലുകളുടെ കസ്റ്റഡിയും യൂറോപ്യൻ രാജ്യം G7 രാജ്യങ്ങളുമാണ് അത് കൂടുതലുള്ളത്.